ഇസ്രയേലും ഇറാനും തമ്മിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം വളരെ വേഗമാണ് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. മലയാളികൾ ഏറെയുള്ള ഗൾഫ് മേഖലയും അശാന്തമാണ്. ശ്രീലങ്കയോട് അടുത്തുള്ള കപ്പൽ വരെ ആക്രമിക്കപ്പെട്ടു. എന്തിനാണ് യുദ്ധത്തിൽ നേരിട്ട് കക്ഷികളല്ലാത്ത ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ലക്ഷ്യമിടുന്നത്? നമുക്ക് പരിശോധിക്കാം. ഏവർക്കും സ്റ്റോറി ഇൻ ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം. യുദ്ധം ഇറാനും ഇസ്രയേലും തമ്മിലാണെങ്കിലും അമേരിക്കയാണ് ഇതിലെ പ്രധാന കക്ഷി. ഇറാനെതിരായ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ട്രംപ് ഭരണകൂടമാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുമായി സൗഹൃദവും സൈനിക സഹകരണവുമുള്ള ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇസ്രയേലിനെയോ അമേരിക്കയോ നേരിട്ട് ആക്രമിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അവർക്ക് അയൽപക്കക്കാരായ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിടാൻ. UAE, സൗദി അറേബ്യ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെയാണ് ഇറാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. യമൻ വിഷയത്തിൽ സൗദിക്കും ഇറാനുമിടയിൽ വർഷങ്ങളോളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബഹ്റൈനുമേൽ ചരിത്രപരമായ അവകാശവാദം ഉന്നയിക്കുന്നതുകൊണ്ട് അവരുമായുള്ള ഇറാന്റെ ബന്ധവും സുഖകരമല്ല. എന്നാൽ മറ്റു രാജ്യങ്ങളുമായി അവർക്ക് ഗുരുതര പ്രശ്നങ്ങളില്ല. ഈ രാജ്യങ്ങളുമായി അവർക്ക് നയതന്ത്ര ബന്ധങ്ങളുമുണ്ട്. ഗൾഫ് മേഖലയിൽ യുദ്ധഭീതി അഴിച്ചുവിടുന്നതിലൂടെ ഇറാന് മറ്റ് ലക്ഷ്യങ്ങളുണ്ട്. അത്ര സുഖകരമല്ലാത്ത ഇസ്രയേലുമായുള്ള ഈ രാജ്യങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കുക എന്നതാണ് ഒന്ന്. യുദ്ധത്തിൽ പങ്കാളികളല്ലാത്ത തങ്ങളെ ഇതിലേക്ക് വലിച്ചിട്ടത് അമേരിക്കയുമായുള്ള ബന്ധമാണെന്ന തോന്നലും ഇവർക്ക് ഉണ്ടായേക്കാം. അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനും ഇതിലൂടെയാകും. ഇറാൻ ലക്ഷ്യമിട്ടതിൽ പലതും ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളായിരുന്നു. US ഫിഫ്ത് നേവി ഫ്ലീറ്റ് ആസ്ഥാനമായ ബഹ്റൈനായിരുന്നു ഒരു ലക്ഷ്യം. ഖത്തറിലെ ദോഹയ്ക്ക് സമീപമുള്ള അൽ ഉദൈദ് എയർബേസ് US സേനയുടെ സെൻട്രൽ കമാൻഡ് മേഖലയാണ്. 10,000-ത്തിലധികം വരുന്ന ട്രൂപ്പ് ഇവിടെയുണ്ട്. UAE-യിൽ നേരിട്ട് അമേരിക്കയ്ക്ക് മിലിറ്ററി ബേസ് ഇല്ല. എന്നാൽ അമേരിക്കയ്ക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുന്നത് അവരാണെന്ന ധാരണ ഇറാനുണ്ട്. കുവൈറ്റിലും സൗദി അറേബ്യയിലും ജോർദാനിലും അമേരിക്കൻ പട്ടാളത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന്റെ അധികവും വളരെ എളുപ്പത്തിൽ ലക്ഷ്യം വെക്കാൻ കഴിയുന്ന മേഖല ഗൾഫാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയെയും ഇസ്രയേലിനെയും സമ്മർദ്ദത്തിലാക്കാൻ അവർ ഈ മേഖല തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളുമായി വലിയ ശത്രുത ഇല്ലാത്തതിനാൽ കൈവിട്ട കളിക്ക് ഇറാൻ മുതിരില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്.